അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വളരെ ശക്തിയേറിയ രണ്ട് വാക്കുകളാണിവ. ഇതൊരു തൗബയാണ്. ഇഖ്ലാസോടുകൂടെ കഴിയുന്നത്ര ദിവസവും വർദ്ധിപ്പിക്കുക. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ ഇത് കാരണമാകും. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുക. എന്നാൽ നിങ്ങളുടെ 700 പാപങ്ങളെ അള്ളാഹു കരിയിച്ചു കളയുന്നതാണ്. മഴ ലഭിക്കാത്ത സമയങ്ങളിൽ മഴയ്ക്ക് വേണ്ടി നിങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് വർദ്ധിപ്പിക്കുക. അതുപോലെ മക്കളില്ലാത്തവർക്ക് വേണ്ടിയും നല്ല സന്താനങ്ങൾ ലഭിക്കാൻ, സമ്പത്ത് ലഭിക്കാനും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതിന് തെളിവായുള്ള ഖുർആനിലെ സൂറത്ത് നൂഹിലെ ആയത്തുകളാണിവ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ തുടങ്ങിയ വഖദ് ഖലഖകും അത്വാറ വരെയുള്ള ആയത്തുകൾ. ഇതിനർത്ഥം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ദുനിയാവിലെ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരുന്നു. മഴയ്ക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നിങ്ങൾക്ക് മഴ തരുന്നു. സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ചൊല്ലിയാൽ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നു. മക്കളില്ലാത്തവർക്ക് നല്ല സന്താനങ്ങളെ നൽകുന്നു. ഇമാം അബൂ ഹനീഫ റഹിമഹുമുള്ള സഞ്ചരിച്ച് പഠിക്കുന്ന വലിയ പണ്ഡിതനാണ്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. ഒരിക്കൽ അദ്ദേഹം ഏതോ ഒരു രാജ്യത്ത് എത്തിപ്പെട്ടു. അവിടുത്തെ പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹത്തെ അവിടെ വൃത്തിയാക്കാൻ വന്ന ഒരാൾ പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ യാത്രക്കാരനാണെന്നും ക്ഷീണം തീർക്കാൻ വിശ്രമിക്കുകയാണെന്നും പറഞ്ഞിട്ടും അയാൾ സമ്മതിച്ചില്ല. അബൂ ഹനീഫയെ അയാൾ നിർബന്ധപൂർവ്വം പുറത്താക്കി. ഇതു കണ്ടുകൊണ്ടാണ് ഒരു റൊട്ടിക്കച്ചവടക്കാരനായ ആൾ അങ്ങോട്ട് വന്നത്. കാര്യമറിഞ്ഞ അയാൾ അബൂ ഹനീഫയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാൾ റൊട്ടി ചുടുന്നതിനിടയിലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് വർദ്ധിപ്പിക്കുന്നത് ഇമാം അബൂ ഹനീഫ കണ്ടു. കാര്യം തിരക്കി. എന്താണ് നിങ്ങൾ ഏതു സമയവും അള്ളാഹുവിനോട് പാപമോചനം ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഇത്ര വലിയ തെറ്റ് ചെയ്തത് എന്ന് അബൂ ഹനീഫയുടെ ചോദ്യത്തിന് അയാൾ പറഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ചൊല്ലുന്നത് കൊണ്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ആഗ്രഹം മാത്രം എനിക്ക് ഇതുവരെ നിറവേറിയിട്ടില്ല. എന്ത് ആഗ്രഹമാണ് ഇനി അങ്ങേക്ക് നിറവേറാനുള്ളതെന്ന ഇമാം അബൂ ഹനീഫയുടെ ചോദ്യത്തിന് അയാൾ പറഞ്ഞു, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാം അബൂ ഹനീഫ എന്ന വ്യക്തിയെ എനിക്ക് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിതുവരെ അത് സാധിപ്പിച്ചു തന്നിട്ടില്ല. ഇതു കേട്ട അബൂ ഹനീഫ റഹിമഹുമുള്ള ആ റൊട്ടിക്കച്ചവടക്കാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് ആ അബൂ ഹനീഫ. നിങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തന്നിരിക്കുന്നു. ഇൻഷാ അല്ലാ എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 70 പ്രാവശ്യമെങ്കിലും ദിവസവും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.